താരസംഘടനയായ അമ്മയ്ക്കുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിരുന്ന ഗ്രൂപ്പ് പോരുകളും ചെളിവാരി എറിയലുകളും ഒടുവിൽ തെരുവിലേക്ക്. നടി അൻസിബ ഹസനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി നൽകിയെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ നടത്തിയ വാർത്താസമ്മേളനമാണ് മലയാള സിനിമയെ വീണ്ടും നാണം കെടുത്തിയിരിക്കുന്നത്. സംഘടനയിലെ പരാതിയുടെയും ചേരിപ്പോരുകളുടെയും യഥാർത്ഥ ഉറവിടം നടി നീന കുറുപ്പാണെന്നും അൻസിബയ്ക്കെതിരെ അവിഹിത കഥകൾ ഉണ്ടാക്കിയത് നീന കുറുപ്പാണെന്നും ലക്ഷ്മിപ്രിയ തുറന്നടിച്ചു. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ സെക്രട്ടറി നീന കുറുപ്പും പരിവാരങ്ങളുമാണെന്നും അമ്മ ഓഫീസ് ഇപ്പോൾ ഒരു അധോലോകമായി മാറിയിരിക്കുകയാണെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായ തനിക്ക് ഫോൺ ലോക്ക് ചെയ്തു വെക്കുന്ന ശീലമില്ലെന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു. ഭർത്താവിനും മകൾക്കും എപ്പോഴും ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഫോൺ വെക്കാറുള്ളത്. എന്നാൽ കഴിഞ്ഞ ഡിസംബർ 10 രാത്രി അൻസിബ തന്റെ ഫോണിലേക്ക് അയച്ച ഒരു ദുരൂഹമായ മെസ്സേജ് കാര്യങ്ങൾ മാറ്റിമറിച്ചു. എന്താണ് ഈ സന്ദേശത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചിട്ട് അൻസിബ കൃത്യമായ മറുപടി നൽകിയില്ല. പിന്നീട് തന്റെ ഭർത്താവ് ജയേഷ് ഈ മെസ്സേജ് കാണാനിടയാവുകയും അദ്ദേഹം കടുത്ത മാനസിക വിഷമത്തിലാവുകയും ചെയ്തു. ഇതോടെ തന്റെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉടലെടുത്തു. വീട്ടിൽ വന്ന് ഭർത്താവിനോട് സംസാരിച്ച് ഈ പ്രശ്നം തീർക്കണമെന്ന് അനിയത്തിയെ പോലെ സ്നേഹിച്ച അൻസിബയോട് പലതവണ അഭ്യർത്ഥിച്ചിട്ടും ആ കുട്ടി തയ്യാറായില്ല. തന്റെ ഫോൺ കോളുകൾ പോലും അൻസിബ ബ്ലോക്ക് ചെയ്തു. സ്വന്തം കുടുംബജീവിതം തകരുന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് മറ്റൊരു വഴിയുമില്ലാതെ ജനുവരി പകുതിയോടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ പരാതി നൽകേണ്ടി വന്നതെന്ന് ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. ഇതിൽ മതപരമായ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അൻസിബ ഇതിനെ മതതീവ്രവാദം എന്നും ജിഹാദി പരാമർശമെന്നും വ്യാഖ്യാനിച്ച് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ വലിയ മെസ്സേജ് അയക്കുകയാണുണ്ടായത്. സംഘടനയിലെ മുതിർന്ന ഭാരവാഹിയായ ടിനി ടോം സ്ത്രീകളെ ഏറെ ബഹുമാനിക്കുന്ന നല്ല സൗഹൃദം സൃഷ്ടിക്കുന്ന വ്യക്തിയാണെന്ന് ലക്ഷ്മിപ്രിയ സർട്ടിഫിക്കറ്റ് നൽകി. ടിനി ടോം ഒരിക്കലും മോശം പരാമർശം നടത്തുന്ന ആളല്ല. ടിനിക്കെതിരെയും സംഘടനയിലെ മറ്റു പലർക്കെതിരെയും ഉയരുന്ന പരാതികളുടെയെല്ലാം ഉറവിടം നീന കുറുപ്പാണ്. അൻസിബയെ ആരോ ജിഹാദി എന്ന് വിളിച്ചതായി നീന കുറുപ്പാണ് അൻസിബയോട് ചെന്ന് പറഞ്ഞത്. ഇതുകൂടാതെ മലയാളത്തിലെ ഒരു പ്രമുഖ നടനെയും അൻസിബയെയും ചേർത്ത് നീന കുറുപ്പ് അവിഹിത കഥകൾ മെനഞ്ഞുണ്ടാക്കിയെന്ന് കാണിച്ച് ഒരു എക്സിക്യൂട്ടീവ് അംഗം നൽകിയ പരാതി തന്റെ പക്കലുണ്ടെന്നും ലക്ഷ്മിപ്രിയ വെളിപ്പെടുത്തി. അവിഹിതം എന്ന വാക്ക് അൻസിബ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണെന്നും അവർ കുറ്റപ്പെടുത്തി. സെക്രട്ടറിയും പരിവാരങ്ങളും ചേർന്ന് അമ്മ ഓഫീസിനെ ഒരു അധോലോകമാക്കി മാറ്റിയിരിക്കുകയാണ്. സൗണ്ട് റെക്കോർഡിംഗ് സൗകര്യമുള്ള 21 CCTV ക്യാമറകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവിടെയില്ല. ഈ CCTVയുടെ ആക്സസ് ചോദിച്ചു വാങ്ങാത്തത് പ്രസിഡന്റ് ശ്വേത മേനോനാണ്. ഓഫീസിൽ നടക്കുന്ന പല കാര്യങ്ങളും പ്രസിഡന്റ് അറിയുന്നതേയില്ല. സംഘടനയിലെ ഇത്തരം തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്തതിനാണ് കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ശേഷം തനിക്ക് 1 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. നീന കുറുപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് കുക്കു പരമേശ്വരൻ തനിക്കെതിരെ ഈ നടപടിയെടുത്തത്. സംഘടനയിലെ പല രഹസ്യങ്ങളും അടങ്ങുന്ന മെമ്മറി കാർഡ് കാണാതായ സംഭവം ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ മെമ്മറി കാർഡ് അന്തരിച്ച KPSC ലളിത ചേച്ചിയുടെ കയ്യിലായിരുന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണിവർ. മെമ്മറി കാർഡ് കണ്ടുപിടിക്കാൻ കമ്മീഷനെ വെക്കണമെന്ന് താൻ ആവശ്യപ്പെട്ട അന്ന് തൊട്ടാണ് ഇവർ തന്നെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ നല്ല കുട്ടി ഇമേജിൽ ഇരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു.